എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് കഹൂത്ത് എന്ന് പറയുന്ന ഒരു ഫ്രീ ഗെയിം ബേസ്ഡ് ടൂളിനെ പറ്റിയാണ്. ഇതെങ്ങനെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഉപയോഗിക്കാം, അതിനകത്ത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ പിള്ളേരെ അസസ് ചെയ്യാമെന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇത് കഹൂത്ത് എന്താണെന്നും അതെങ്ങനെ ക്ലാസ് റൂമിൽ എഫക്റ്റ് ചെയ്യാന്നുള്ളത് ചെറിയൊരു വീഡിയോ നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഗെയിം ബേസ്ഡ് ലേണിംഗ് ആണ്. നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ ഗൂഗിൾ ഫോംസ് വഴിയോ ബാക്കി ഓൺലൈൻ ടൂൾസ് വഴിയോ നടത്തുന്ന അതേ രീതിയിൽ നമുക്കിവിടെ ക്വിസുകളും അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസും എല്ലാം ഇതുവഴി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ഇത് ആദ്യമായിട്ട് തുടങ്ങിയത് 2012 നോർവീജിയൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടതാണ്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ, കൊറോണ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരിതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിള്ളേർ നമ്മൾ സാധാരണ ചെയ്യുന്ന ഇതിൽ പിള്ളേർ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ ബോറിംഗ് ആവും. ഇതങ്ങനെ ഒരിക്കലും ബോറിംഗ് ആവുന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ പിള്ളേർ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീച്ചർമാർ ചെയ്തു വെച്ചിരിക്കുന്ന പല സബ്ജക്റ്റിലെ ആയിരക്കണക്കിന് ക്വിസുകൾ നമുക്ക് നമ്മുടേതാക്കി മാറ്റാം, നമ്മുടെ രീതിയിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇനി ഇതിന്റെ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് അടുത്ത് കാണാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് ഇതാണ് kahoot.com, KAHOOT kahoot.com. അങ്ങനെ ടൈപ്പ് ചെയ്യുക, kahoot.com. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റിലേക്ക് പോകും. ഇതിനകത്ത് നമുക്ക് ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്തെടുക്കണം. ഒരു രജിസ്ട്രേഷൻ ആവശ്യമാണ്. സാധാ ചെയ്യുന്ന പോലെ തന്നെ ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുന്ന അതേ രീതി നമുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ആദ്യം ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കഹൂത്ത് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇത് വരും, സൈൻ അപ്പ് ഫോർ ഫ്രീ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് ഫോർ ഫ്രീ. അപ്പോൾ അടുത്ത ഈ ഇതിൽ നമ്മൾ ടീച്ചർ എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യുക. ചൂസ് അക്കൗണ്ട് ടൈപ്പ് ടീച്ചർ ആൻഡ് സ്കൂൾ. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് വരും, നമ്മൾ സൈൻ അപ്പ് വിത്ത് യുവർ ഇമെയിൽ. നമുക്ക് ഓൾറെഡി ഒരു ഇമെയിൽ ഉണ്ട്. ഇമെയിലും നിങ്ങൾക്ക് ഒരു പാസ്വേഡ് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുവഴി ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ ഇത് വെരി സിമ്പിളാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ID ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ലോഗിൻ ചെയ്യാൻ വേണ്ടി ആദ്യം വന്ന ഇതിൽ നമ്മൾ എടുക്കുക ഇവിടെ ലോഗിൻ ചെയ്ത്, ഞാൻ ഓൾറെഡി ഇത് നേരത്തെ ലോഗിൻ ചെയ്തിരുന്നതാണ്, സേവ് ചെയ്തിട്ടിരിക്കുന്നത്, അതങ്ങോട്ട് തന്നെ പോകുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പുതിയ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു. ഇനി ഇതിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് പല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം പ്ലാൻ കഹൂത്ത് പ്രീമിയം ഫോർ സ്കൂൾ. ഞാൻ സ്കൂൾ വഴി ചെയ്തുകൊണ്ട് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഇത് പ്രീമിയം അക്കൗണ്ട് ആയിട്ട് മാറി. പക്ഷെ ഞങ്ങളിത് പേയ്മെന്റ് നടത്തി എടുത്തതല്ല, പ്രീമിയം അക്കൗണ്ട് ആയിട്ട് മാറി. പ്രീമിയം അക്കൗണ്ട് ഉപയോഗിക്കുവാണെങ്കിലുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് 1000 പേരെ ഒരുമിച്ച് നമ്മൾ നടത്തുന്ന ക്വിസിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി പറ്റും. അല്ല, ഫ്രീ അക്കൗണ്ട് ആണെങ്കിൽ മാക്സിമം 100 പേരെ പങ്കെടുപ്പിക്കാൻ പറ്റും. നമ്മുടെ ഒരു ക്ലാസ് റൂം സൈസ് വെച്ച് നമുക്ക് 100 കൂടുതൽ വരാൻ സാധ്യതയില്ല. അപ്പം ഒരു പ്രീമിയം ഫ്രീ അക്കൗണ്ടിൽ പോയാലും നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആദ്യമായിട്ട് നമുക്ക് നമ്മുടേതായി ക്രിയേറ്റ് ചെയ്യാം. നമുക്കറിയാം, ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണ്. ഓരോ ക്വസ്റ്റ്യനും എടുത്ത് അതിൻ്റെ ആൻസർ എല്ലാം എടുത്ത് ചെയ്യണം. അത് ഇതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കി ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കപ്പെട്ട ക്വിസുകൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ആദ്യം ഡിസ്കവറിൽ പോവുക. ഡിസ്കവർ ബട്ടൺ. ഡിസ്കവറിൽ നമ്മുടെ ടോപ്പിക് ഏത് സബ്ജക്റ്റ് ആണോ അതിൻ്റെ ടോപ്പിക് പോയി. ഞാനിപ്പോൾ ട്രിഗ്നോമെട്രി ഓൾറെഡി വന്നു, അത് ക്ലിക്ക് ചെയ്യുക. ട്രിഗ്നോമെട്രി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ട്രിഗ്നോമെട്രിയായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 32,978 റിസൾട്ട് വന്നു. 32,978 ക്വിസുകൾ വന്നു. അതിനകത്ത് ഓരോന്നിനെ റൈറ്റ് സൈഡിൽ കാണാം 7,600 പ്ലേസ് ഇത്രയും ഇത് കളിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോന്ന് ഏതാണോ നമ്മൾ എടുത്ത് അത് നമ്മുടേതാക്കി മാറ്റുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇതെങ്ങനെ നമ്മുടേതായ രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഈ ചില ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അത് മാറ്റി നമ്മുടെ റീനെയിം ചെയ്ത് നമുക്ക് എങ്ങനെ
നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കും. ഇവിടെ തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ലെവൽ ചൂസ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 33,000 റിസൾട്ട് വന്നു. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചൂസ് ചെയ്താൽ മതി. ഇപ്പം നമ്മളൊരു ഗ്രേഡ് 9 പിള്ളേർക്കാണെങ്കിൽ ഗ്രേഡ് 9 ചൂസ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, അപ്പം ഫിൽട്ടർ ചെയ്ത് അത് മാത്രം വരും. മോർ ഫിൽട്ടേഴ്സ് ഉണ്ട്, ക്രിയേറ്റഡ് ബൈ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ലാംഗ്വേജ്, ഇതെല്ലാം നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി വരും. അതുപോലെ തന്നെ സബ്ജക്റ്റ്. ഇപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്ത് നമ്മുടേതാക്കി മാറ്റാം. ആദ്യമായിട്ട് ഞാനിപ്പോൾ ആദ്യത്തെയാണ് എടുക്കാൻ പോകുന്നത്, ടോപ്പിക്സ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ആദ്യത്തെ ഇത് നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മുടേതാക്കി മാറ്റണം. ഇതിപ്പോൾ ഓൾറെഡി വേറെ ക്രിയേറ്റഡ് 4 years ബിഫോർ. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കി മാറ്റാം നമ്മുടെ പേരിലേക്ക്. അപ്പം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫയലിലൊന്നും മാറ്റം വരത്തില്ല. നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് വേണ്ട. ഇപ്പം ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആക്കി മാറ്റി, ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ട്രിഗ്നോമെട്രി. അപ്പോൾ അതിനകത്ത് എനിക്ക് പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാനത് ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ട്രിഗ്നോമെട്രി and quiz 1 സേവ്. ഇപ്പം നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നതിനെ കോപ്പി ചെയ്ത് അപ്പം നമ്മുടേതാക്കി മാറ്റി, ട്രിഗ്നോമെട്രി ക്വിസ് 1. ഇനി ഇതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ മുമ്പേ കണ്ടതുപോലെ ഇതിനകത്ത് 13 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് 13 ക്വസ്റ്റ്യൻസ് വേണ്ട. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ, കുറച്ച് ക്വസ്റ്റ്യൻസ് റിമൂവ് ചെയ്യാം. നമുക്കറിയത്തില്ല നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്സിലേക്കാണോ ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇത് ക്വസ്റ്റ്യൻ 1, ചൂസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 2, ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്, അതിൻ്റെ ആൻസേഴ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ 3, 4 വിച്ച് റേഷ്യോ വുഡ് യൂസ്. അപ്പോൾ അങ്ങനെ ഇതിനകത്തുള്ള 13. ഇപ്പോൾ എനിക്കിത് മുഴുവൻ വേണ്ട. എനിക്ക് 13th ക്വസ്റ്റ്യൻസ് വേണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. ആ ക്വസ്റ്റ്യനെ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ്. ഇപ്പോൾ 12 ക്വസ്റ്റ്യനായി. ഇപ്പോൾ 12th വേണ്ട. എനിക്ക് 10 ക്വസ്റ്റ്യൻസ് മതിയെങ്കിൽ ഞാനത് ചൂസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ എനിക്ക് ഞാൻ ഇതിനിടയ്ക്ക് ഇതും കൂടെ ഡിലീറ്റ് ചെയ്തേക്കാം. ക്വസ്റ്റ്യൻ 8 ഡിലീറ്റഡ്. നൗ സി, ഇവിടെ എനിക്ക് 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പം ഇത് റെഡി ആയെങ്കിൽ ഇത് മതി. 10 ക്വസ്റ്റ്യൻ വെച്ചാണ് ഞാൻ പിള്ളേർക്ക് കൊടുക്കാൻ പോകുമെങ്കിൽ ഡൺ. ഓക്കെ, ഡൺ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇതിനകത്ത് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും? പ്ലേ, ഇത് 2 രീതിയിലുണ്ട്. വെർച്വൽ ക്ലാസ് റൂം, നമുക്ക് പിള്ളേരുടെ കൂട്ടത്തിൽ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് പ്ലേ ടുഗദർ വി ടീച്ച്, ഓർ പിള്ളേർ തന്നെ അസൈൻ ചെയ്യുക, ഹോംവർക്ക് പോലെ അസൈൻ ചെയ്യുക. അപ്പോൾ അസൈൻ ചലഞ്ച് ഇൻ പ്രോഗ്രസ് എന്നാണ് തീരേണ്ടത്. ഇപ്പം ഞാൻ കൊടുക്കുന്നത് ട്യൂസ്ഡേ 12 PM മുമ്പായിട്ട് പിള്ളേർ തീർക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3 ഞാൻ എഴുതുന്നത് 5 PM ബിഫോർ. ഇപ്പം ക്വസ്റ്റ്യൻ ടൈമർ ഈസ് ഓൺ, personalized learning is on, nickname generator അല്ലെങ്കിൽ play limit 2000. so create. അപ്പോൾ ഓൾറെഡി അത് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാവുന്ന 2 രീതിയിൽ അവർക്ക് ഒന്നെങ്കിൽ ലിങ്ക് കൊടുത്ത് ഗെയിം പിൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇതുണ്ട് കോപ്പി URL. കോപ്പി URL നിന്ന് കോപ്പി ചെയ്തു അത് നമ്മൾ എവിടെയാണോ ഗൂഗിൾ ക്ലാസ് റൂമിലോ അല്ല അവർക്ക് അയച്ചു കൊടുക്കുക, വാട്സപ്പ് അയച്ചു കൊടുക്കണമെങ്കിൽ ഈ ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അല്ലാതെ വേറെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട്, ഇപ്പം ഇത് ഗൂഗിൾ ക്ലാസ് റൂമാണ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ടീംസിൽ ഡയറക്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലിക്ക് ചെയ്ത് ഏത് ക്ലാസ് ആണോ ഉള്ളത് ആ ക്ലാസ് ചൂസ് ചെയ്ത് നമുക്ക് കൊടുക്കുവാണെങ്കിൽ അവിടെ തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്യും. ഇതാണ് ഈസി മാർഗം. ഇതിനകത്തുനിന്ന് കോപ്പി ചെയ്യുക, എവിടെയാണോ പേസ്റ്റ് ചെയ്യുക, അതെടുത്ത് നമുക്ക് കാണാൻ വേണ്ടി വരും. നമ്മൾ ഇതിനകത്ത് കാണാൻ പോകുന്നത് നമ്മൾ മുമ്പേ ക്രിയേറ്റ് ചെയ്ത ട്രിഗ്നോമെട്രി ക്വിസ് 1 പിള്ളേർ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അതിന് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മളിത് ഹോം പേജ് വരുന്നു, ലോഗിൻ ചെയ്ത് അപ്പം ഈ കഹൂത്ത് ക്ലിക്ക് ചെയ്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ക്വിസുകളും ഇതിനകത്ത് അപ്പിയർ ചെയ്യും. ഇപ്പോൾ അതിനകത്ത് മുമ്പ് ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് ക്ലിക്ക് ചെയ്യുക.
അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഒരു 3 ഡോട്ട്സ് ഉണ്ട്, അവിടത്തെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഡ്യൂപ്ലിക്കേറ്റ്, റീനെയിം, പ്രിവ്യൂ. അപ്പോൾ പ്രിവ്യൂ കൊടുക്കുക. അപ്പോൾ പ്രിവ്യൂവിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും പിള്ളേർക്ക് എങ്ങനെ ഇത് കാണാം. പിള്ളേർ കാണുമ്പോൾ പിള്ളേർ എങ്ങനെ ക്വസ്റ്റ്യൻ ആൻഡ് എങ്ങനെ ഹൗ വിൽ ദേ ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഇതൊരു ക്ലാസ് റൂം മോഡലാണ് വരുന്നത്. ക്ലാസ് റൂമിൽ എങ്ങനെയാണോ ഇപ്പം ഞാനൊരു ഡിസ്പ്ലേ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക ക്വസ്റ്റ്യൻസ്, പിള്ളേരെല്ലാം ലൈവായിട്ട് കളിക്കുവാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് കാണാൻ പോകുന്നത്. പക്ഷെ നമ്മളിപ്പോൾ അയച്ചിരിക്കുന്ന ലിങ്കിലാണെങ്കിൽ അവർക്ക് ക്ലിക്ക് ചെയ്ത് സോ ദേ ആർ സിറ്റിംഗ് 1 by 1 സിസ്റ്റം ഓർ phone and they can choose the correct answer. I'm just choosing 1-to-1 device, classic. അപ്പോൾ they will create a pin. നമ്മൾ 2 രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. ഒന്നെങ്കിൽ പിൻ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലിങ്ക് വെച്ച്. നമ്മൾ ലിങ്കാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പിൻ ആണെങ്കിൽ എങ്ങനെയാണ്, ഇതാണ് ഒരു പിൻ ക്രിയേറ്റ് ചെയ്ത് ആ പിൻ എടുത്ത് ഇത് പിള്ളേരുടെ ഡിവൈസ് ഗെയിം പിൻ, ഒരു ഗെയിം പിൻ അടിച്ച് കഴിയുമ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്യാതെ പിൻ വെച്ച് കളിക്കുന്നത് ഇങ്ങനെയാണ്. ഇതടിക്കുന്നു, എൻ്റർ. So they will ask nickname and name. Okay, go. അപ്പം ഇവിടെ ടീച്ചർമാരുടെ സ്ക്രീനിൽ ആരൊക്കെ കളിക്കുന്നുണ്ടെന്ന് വരും. ഒരാൾ ഇപ്പോൾ സ്റ്റാർട്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ 1. Okay, choose the correct answer. The question will display now. Okay, the dash is the longest side of the right angle triangle. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിനകത്ത് the hypotenuse is the correct answer. So പിള്ളേരുടെ ഡിവൈസിൽ നിന്ന് they have to choose this. This is hypotenuse. So I got 792 points. So next question. Next, choose the correct answer. So students can see after every question who all are getting the correct answer and what is the total. First 3 position will be displayed. So here I am not looking at, I'm just choosing a random answer here. For example, this. Yo, that was correct. Okay, next. I'll pick a random. Sin theta, cos theta, tan theta. That is a wrong answer. Incorrect. Next. Which ratio would you use? So I'm choosing this. Okay, correct. Now ഇങ്ങനെ നമുക്കിത് കളിച്ചെടുക്കാൻ വേണ്ടി പറ്റും പിള്ളേർ ഇത് ചെയ്യുമ്പോൾ. So they will be also like excited to see their points and mark. So end game. ഞാൻ എല്ലാ ക്വസ്റ്റ്യനും കാണിക്കുന്നില്ല. ഇപ്പം the end of this game they will get the first 3 position അവരുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരുമായിരിക്കുകയാണ്. ഫസ്റ്റ് പൊസിഷൻ ആരാണ് അവരുടെ പേര്. Okay, teams got 2589, 3 out of 10 because I answered only 3. Okay, now next. So teachers can see the report. So ഞാൻ ഇതിൽ നിന്ന് പോയി തിരിച്ച് ഇതിനകത്ത് ഞാൻ ഓൾറെഡി ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് കാണിക്കാൻ പോവാണ്. റിപ്പോർട്ട് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിനകത്ത് നമ്പർ ഓഫ് പ്ലേയേഴ്സ് സപ്പോസ് 28, ഫോമിങ് എക്സ്പ്രഷൻ, അത് ക്ലിക്ക് ചെയ്ത് ഞാൻ ഡൗൺലോഡ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെ ഡയറക്റ്റ്ലി കാണാം. ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു എക്സൽ ഫോർമാറ്റിൽ റിപ്പോർട്ട് കിട്ടും, ഡീറ്റെയിൽഡ് റിപ്പോർട്ട്. ദിസ് റിപ്പോർട്ട് യു വിൽ ഗെറ്റ് ഓൺലി ആഫ്റ്റർ ഫിനിഷിങ് ദ പ്ലേ. സോ നമ്മൾ ചോദിച്ചിങ്ങനെ ട്യൂസ്ഡേ ആണ്. ട്യൂസ്ഡേ കഴിയുമ്പോൾ ഇതിനകത്ത് ടോട്ടൽ കറക്റ്റ് ആൻസർ, റോങ് ആൻസർ, ഫൈനൽ സ്കോർ. അപ്പോൾ ഓരോ കുട്ടികൾ അവർക്ക് എത്ര പോയിന്റ് കിട്ടി, എത്ര കറക്റ്റ് ആൻസർ ഉണ്ട്. ഇവിടെ കാണാൻ പറ്റും 4 പേർക്ക് 7 കറക്റ്റ് ആൻസർ കിട്ടി. പക്ഷെ അവരുടെ പോയിന്റ്സ് ഡിഫറെൻറ്റ് ബിക്കോസ് ദ ആൻസർ ചെയ്ത ടൈം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ 30 സെക്കൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു 10 സെക്കൻഡിൽ ആരാണോ ഏറ്റവും ആദ്യം ചെയ്യുന്നത് അവർക്ക് കൂടുതൽ പോയിന്റ് സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കും. ഇങ്ങനെ നമുക്ക് റിപ്പോർട്ട് കാണാൻ പറ്റും. പിന്നെ സമ്മറി, അപ്പം ഏതാണോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആരാണോ കൂടുതൽ ചെയ്തത്, ഏത് കുട്ടിയാണോ ചെയ്യാതിരുന്നുള്ള കാര്യമെല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഡീറ്റെയിൽഡ് റിപ്പോർട്ട് യു വിൽ ഗെറ്റ്. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മളിപ്പം ഫസ്റ്റ് പീരീഡ് ആണിത്, ട്യൂസ്ഡേ ഫസ്റ്റ് പീരീഡ് അല്ല മൺഡേ ഫസ്റ്റ് പീരീഡ് ആണെങ്കിൽ നമ്മൾ പിള്ളേർക്ക് അയച്ചു കൊടുത്തു. അവർ ക്ലിക്ക് ചെയ്ത് എത്ര പിള്ളേർ ചെയ്യുന്നുണ്ട്, ആരൊക്കെ ചെയ്യാതിരിക്കുന്നുള്ള നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സമ്മറി അല്ലെ പ്ലേയേഴ്സ്, ഇപ്പോൾ അതിനകത്ത് ആരും കയറിയിട്ടില്ല. ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇവിടെ അവരുടെ പേര്, റാങ്ക്, കറക്റ്റ് ആൻസർ, അൺആൻസേർഡ്, ഫൈനൽ സ്കോർ, പേഴ്സണലൈസ്ഡ് ലെൻഡ് എല്ലാം ഇതിനകത്ത് വരും.
അപ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മുടെ ക്ലാസ്സിലൊരു 30 പിള്ളേരാണെങ്കിൽ 25 ചെയ്തിട്ടുള്ള ആരാണ് ചെയ്യാതിരിക്കുന്നത് അവരെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിനെ നമുക്ക് കാണാൻ പോവാണ് എങ്ങനെ നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക നമ്മുടേതായ രീതിയിൽ. അപ്പം അതിൻ്റെ ഹോം പേജ് വരിക, ഇവിടെ ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒത്തിരി ഇതുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്തെടുക്കാവുന്നുള്ളൂ. ഞാനിപ്പോൾ ഒരെണ്ണം കാണിക്കുവാണ് എങ്ങനെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റ് ടീച്ച് ഇൻട്രാക്റ്റീവ് ലെസൺ, ടീച്ച് വിത്ത് സ്ലൈഡ്, അങ്ങനെയുള്ള ഓരോ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ്, അങ്ങനെ നോർമൽ ക്രിയേറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ടൈപ്പിംഗ് യുവർ ക്വസ്റ്റ്യൻ. അപ്പം ഞാനൊരു ജസ്റ്റ് റാൻഡം ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുകയാണ്. ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. ക്യാപിറ്റൽ ഓഫ് കേരള. അപ്പം നമുക്ക് 4 ആൻസർ ചൂസ് ചെയ്യണം. എടുക്കുകയാണ് ട്രിവാൻഡ്രം, കൊച്ചി, കണ്ണൂർ, കോട്ടയം. പക്ഷെ ഇതിനകത്താണ് കറക്റ്റ് നമ്മളത് എടുക്കണം. അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് അവർ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ടൈം 20 സെക്കൻഡ്സ്. ഇതിനൊക്കെ ജസ്റ്റ് ഒരു ഈസി ക്വസ്റ്റ്യൻ, ജസ്റ്റ് ടേക്ക് 20 സെക്കൻഡ് മാക്സിമം. എത്രയാണോ പോയിന്റ്, ഇഫ് യു വാണ്ട് ടു ചേഞ്ച് യു ക്യാൻ ചേഞ്ച് ഇറ്റ് 1000. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഇച്ചിരി കളർഫുൾ ആയിട്ട് ഒരു ഇമേജ് ലൈബ്രറി പോയി ഇമേജ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലോഡ് ആൻ ഇമേജ് ഫ്രം ദ കമ്പ്യൂട്ടർ. ഇമേജ് ലൈബ്രറിയിൽ എങ്ങനെ എടുക്കാം? ഇപ്പോൾ ഞാൻ എടുക്കുവാണ് കേരള. കുറച്ച് ഇത് നമുക്ക് കിട്ടും. അതിപ്പോൾ ഇതിലെടുക്കുക, അപ്പോൾ ഇതെടുക്കുക. അപ്പോൾ ഇതിനകത്ത് ആ പടം വന്നിവിടെ, അത് ചെറിയ ഇതിലെടുക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ക്രോപ്പ് ചെയ്ത് വന്നു. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ റെഡിയായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന്, നമ്മളിതിപ്പോൾ നമ്മുടെ തന്നെ ക്വസ്റ്റ്യൻ എടുത്തു. നമുക്കിപ്പോൾ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ക്വസ്റ്റ്യൻ ബാങ്ക്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ഒരു എടുക്കുക. ഇപ്പം ഞാൻ പോപ്പുലേഷൻ ഓഫ് കേരള, പോപ്പുലേഷൻ ഓഫ് കേരള, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ട്. വാട്ട് ഈസ് ദ പോപ്പുലേഷൻ ഓഫ് കേരള, അല്ലെ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നു. ഇപ്പോൾ ഇതെനിക്ക് ഇത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ്, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തു. അടുത്തത് കേരള ഈസ് എ ഡാഷ് ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ബൈ പോപ്പുലേഷൻ ആഡ്. അപ്പോൾ നമ്മൾ ഏതോ ടോപ്പിക് ഇവിടെ കൊടുക്കുന്നു, അതനുസരിച്ച് ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ചൂസ് ചെയ്യാം, എന്നിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓക്കെ, ഓൾറെഡി ഡൺ. അപ്പോൾ എൻ്റെ കഹൂത്ത് ടൈറ്റിൽ ഞാൻ ചോദിക്കാം GK. കണ്ടിന്യൂ. ഓക്കെ, ഡൺ. അപ്പോൾ നമ്മുടെ ആ കഹൂത്തിനകത്ത് ആഡ് ചെയ്തു കഹൂത്ത്. ഇത് നമ്മൾ എങ്ങനെ സെയിം വേയിൽ നമുക്കിത് പ്ലേ ചെയ്യാം. പ്ലേ ചെയ്ത് അസൈൻ ടീച്ച് ഓർ അസൈൻ, ഇപ്പം നാളത്തെ ഇതായിട്ട് കൊടുക്കുവാണ്. ട്യൂസ്ഡേ 12 PM തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ക്രിയേറ്റ്. Okay, that is already created. Now you can explore കൂടുതൽ കാര്യങ്ങൾ പല ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള എങ്ങനെ ഉണ്ടാക്കാം, അത് ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ കളിക്കാം. പിള്ളേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിള്ളേർ ഓരോന്നും ഇത് ചെയ്ത്, കാരണം അവർക്ക് ഇറ്റ് ഇസ് ലൈക്ക് എ ഗെയിം നോ വെൻ ദേ ആർ പ്ലേയിങ്. ഇനി അടുത്ത വീഡിയോയിൽ കൂടുതൽ വേറൊരു രീതി, കഹൂത്ത് അല്ലാതെ വേറൊരു ഒരു ഗെയിം ബേസ്ഡ് ലേണിങ്ങിനെ പറ്റി ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.